കേന്ദ്ര സംസ്ഥാന വിഷയമായ വിദ്യാഭ്യാസ രംഗത്ത് ഏകപക്ഷീയമായ ഇടപെടലാണ് കേന്ദ്രം നടത്തുന്നതെന്നും ബിജെപി നയം ഇതിലൂടെ അടിച്ചേൽപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം വടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വടകര നാരായണ നഗറിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് സമ്മേളനം നടന്നുവരുന്നത്. കേന്ദ്ര സംസ്ഥാന വിഷയമായ വിദ്യാഭ്യാസ രംഗത്ത് ഏകപക്ഷീയമായ ഇടപെടലാണ് കേന്ദ്രം നടത്തുന്നത്. ഫെഡറൽ സംവിധാനം തകർത്താൽ സംസ്ഥാനങ്ങളുടെ അധികാരം ഇല്ലാതാക്കാമെന്നതാണ് കേന്ദ്രം കാണുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിന്റെ നയം രാജ്യത്താകെ അടിച്ചേൽപ്പിക്കുക. ഇതാണ് ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മേഖല വിദ്യാഭ്യാസത്തിൻ്റെതാണ്. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിച്ചാൽ ഭാവിയിൽ രാജ്യത്തെ ആകെ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റാനാകുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. അപ്പൊ സംസ്ഥാനങ്ങള് തങ്ങളുടേതായ അധികാരം ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു വരികയാണ്. ഫെഡറൽ സംവിധാനം പൂർണ്ണമായി തകർത്താൽ സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാം. ഇതാണ് കേന്ദ്ര ഗവൺമെന്റ് കണക്കൂട്ടുന്നത്. ഫെഡറലിസത്തിനെതിരെയുള്ള ശക്തമായ നടപടികൾ നീക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഇല്ലാതാക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന വകുപ്പുകൾ അവയെ അണ്ടർ ലിസ്റ്റിലേക്ക് കേന്ദ്ര ലിസ്റ്റിലേക്ക് മാറ്റുക. ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടി പി ദാസൻ രാവിലെ പതാക ഉയർത്തി. വടകര മുനിസിപ്പൽ ചെയർപേഴ്സണും ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർപേഴ്സണുമായ കെ പി ബിന്ദു സ്വാഗതം പറഞ്ഞു. തുടങ്ങിയ സഖാക്കൾ പുഷ്പചക്രവർത്തി. എം മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രക്തസാക്ഷി പ്രമേയം മാമ്പറ്റ ശ്രീധരനും അനുശോചന പ്രമേയം കെ ദിനേശനും അവതരിപ്പിച്ചു. പി മോഹൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു.